എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സഹായമെത്രാനെ പ്രഖ്യാപിക്കാത്തതിൽ സിറോ മലബാർ സഭയിൽ പ്രതിഷേധം. നാളെ പ്രതിഷേധ ദിനമായി ആചരിക്കാനാണ് അതിരൂപതയുടെ തീരുമാനം. കോട്ടയം അതിരൂപത സഹായമെത്രാനായി ഫാദർ തോമസ് ആലുമുട്ടലിനെ തെരഞ്ഞെടുത്തു. എറണാകുളം അതിരൂപതയുടെ മറ്റ് ആവശ്യങ്ങളോട് സിനഡ് മുഖം തിരിക്കുന്നു എന്നും ആരോപണമുണ്ട്. അനിൽ ജോർജ് ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി. അനിൽ ജോർജ്, കുർബാന തർക്കം ഒരു ഭാഗത്തുണ്ട്, ആ സമയത്താണ് ഈ നേതൃത്വത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചും വലിയ പ്രതിഷേധം ഉയരുന്നത്. രുചിഷ്, എറണാകുളം അങ്കമാലി അതിരൂപതയുടെ എല്ലാ ആവശ്യങ്ങളോടും മുഖം തിരിഞ്ഞു നിൽക്കുന്ന സമീപനമാണ് സിനഡ് സ്വീകരിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും പ്രധാനമായി അവർ ഉന്നയിച്ചിരുന്ന ഒരു കാര്യം, അവർക്ക് കുർബാന ക്രമത്തിൽ വ്യത്യാസം വരുത്തണം, വ്യതിയാനം ഉണ്ടാവണം. അതിന് പൂർണ്ണമായി ഇപ്പോൾ ഉള്ളതുപോലെ താൽക്കാലികമായ ഇളവല്ല, പൂർണ്ണമായി ഇളവുണ്ടാവണം എന്ന ഒരു ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ സിനഡിന്റെ അജണ്ടയിൽ പോലും ഈ ഒരു വിഷയം ഉൾപ്പെടുത്തിയിട്ടില്ല എന്നത് വലിയ തോതിൽ പ്രതിഷേധത്തിന് ഇടയാക്കി. ഒപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ബസലിക്ക സംബന്ധിച്ച് ചില തീരുമാനങ്ങൾ സിനഡ് എടുക്കുകയും ചെയ്തു. ഇതും കടുത്ത പ്രതിഷേധത്തിന് ഇടയാക്കിയിട്ടുണ്ട്. ഇതിനൊപ്പമായിരുന്നു മുഖം രക്ഷിക്കാനെങ്കിലും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ നിലവിലുള്ള കുർബാനക്രമത്തെ പിന്തുണയ്ക്കുന്ന വൈദികർക്കുള്ളിൽ നിന്ന്, അവരുടെ ഇടയിൽ നിന്ന് 2 പേരെ സഹായമെത്രാന്മാരായി നിയമിക്കും എന്ന ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ ചില ഉറപ്പുകൾ അതിരൂപതയ്ക്ക് നൽകുകയും ചെയ്തിരുന്നു. എന്നാൽ ഈ ഉറപ്പുകൾ ഒന്നും തന്നെ പാലിക്കപ്പെട്ടില്ല. അതിന് പ്രധാനമായ കാരണമായി ചൂണ്ടിക്കാട്ടിയത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സഹായമെത്രാന്മാരുടെ പാനൽ വത്തിക്കാന് അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൽ പ്രോസസ്സ് പൂർത്തിയായിട്ടില്ല. അതായത് ഇന്ത്യക്ക് ഇപ്പോൾ ഒരു നൂൻഷ്യോ ഇല്ല. അതിനാൽ തന്നെ ഇത്തരം കാര്യങ്ങൾ അവിടേക്ക് എത്തിക്കുന്നതിൽ വലിയ തടസ്സമുണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ്. എന്നാൽ അതേസമയം തന്നെയാണ് സീറോ മലബാർ സഭയുടെ കോട്ടയം അതിരൂപതയ്ക്ക് ഇപ്പോൾ ഒരു മെത്രാനെ ഈ സിനഡ് തിരഞ്ഞെടുക്കുകയും അത് പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഈ സമയത്തും ഇതേ കാരണങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ട്. അതായത് നൂൺഷോ ഇല്ല എന്നതടക്കമുള്ള, വത്തിക്കാൻ പ്രതിനിധി ഇല്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോഴും നിലനിൽക്കെ തന്നെയാണ് ഇത്തരമൊരു പ്രഖ്യാപനത്തിന് കൂടി വേദിയാവുകയും ചെയ്തിരിക്കുന്നത്. കോട്ടയം രൂപതയ്ക്ക് ഒരു പുതിയ സഹായമെത്രാനെ പ്രഖ്യാപിച്ചിരിക്കുന്നു. കോട്ടയം രൂപതയ്ക്ക് നിലവിൽ 2 സഹായമെത്രാന്മാർ ഉണ്ട്. കോട്ടയം അതിരൂപതയുടെ 3ാമത്തെ സഹായമെത്രാനായിട്ടാണ് ഇപ്പോൾ ഫാദർ തോമസ് ആലുമുട്ടലിനെ നിയമിക്കുകയും ചെയ്തിരിക്കുന്നത്. എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ആവശ്യങ്ങളോട് മുഖം തിരിക്കുന്ന ഈ സമീപനത്തിനെതിരെ എറണാകുളത്തെ വൈദികരും ആത്മായ പ്രതിനിധികളും അടക്കമുള്ളവർ നാളെ കടുത്ത പ്രതിഷേധ ദിനമായി ആചരിക്കുന്നു. നാളെ റിന്യൂവൽ സെന്ററിൽ യോഗം ചേരും. അതിനുശേഷം വലിയ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്താനും തീരുമാനങ്ങൾ പ്രഖ്യാപിക്കാനുമാണ് ആ വിഭാഗം തീരുമാനിക്കുന്നത്. ഇത് വീണ്ടും കുർബാന തർക്കം അടക്കമുള്ള വിഷയങ്ങൾ ആളിക്കത്തിക്കും എന്ന കാര്യം ഉറപ്പാണ്. ജോർജ്, എന്തായാലും എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്ക് സഹായമെത്രാനെ പ്രഖ്യാപിച്ചില്ല. വലിയ പ്രതിഷേധം തന്നെ അടുത്ത ദിവസങ്ങളിൽ കാണും. ആ രീതിയിൽ പ്രതിഷേധവുമായി മുന്നോട്ട് പോകാനാണ് അതിരൂപതയുടെ തീരുമാനം.